പദ്ധതികളെ പറ്റി നമ്മുടെ മെമ്പേഴ്സിന് പോലും കൂടുതൽ അറിയില്ല. ഞാൻ പലരെയും ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അവർ അയ്യോ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനത് നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെ ശരിക്കുള്ള ഒരു ഇൻറ്റൻഷൻ, നമ്മളത് അഗ്നി തുടങ്ങുന്ന കാര്യം തന്നെ കുട്ടികളുടെ, പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസവും വയോജനങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ, തണൽ, അവരെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള രണ്ട് രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന പലതിനും വേണ്ടി നമ്മൾ പല പദ്ധതികളും തുടങ്ങി. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതി ഇപ്പോഴും ബ്ലസ് എ ചൈൽഡ് എന്നൊരു പദ്ധതിയാണ്. അതുവഴിയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫണ്ടിങ് നിങ്ങൾ അറിയണം. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായം, നമ്മളൊരു കിലോ കേക്ക് മേടിക്കണമെങ്കിൽ തന്നെ ഒരു 1000 രൂപയാണ്. അപ്പം ഇതിനകത്ത് ഒരു ചെറിയ സഹായം, അത് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ സഹായം മതി. നമ്മളിപ്പോൾ 500 മെമ്പറുള്ള ഒരു പ്രസ്ഥാനമാണ് ടീമാക്കി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ഒരു വലിയൊരു എമൗണ്ടായി മാറും. അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലസ് എ ചൈൽഡിൻ്റെ ഫണ്ടിങ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ അക്ഷയപാത്രം എന്നൊരു ഫണ്ടാണ്. നമ്മളിലുള്ളവരുടെയൊക്കെ ഓർമ്മ ദിവസങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പലരും നമ്മുടെ സ്പോൺസേഴ്സ് ഫുള്ളായി സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഫുള്ളായി സ്പോൺസർ ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ഈ അക്ഷയപാത്രം ഫണ്ടിലേക്ക് എത്ര എമൗണ്ട് ആകുന്നതിന് കുഴപ്പമില്ല. ആ അക്ഷയപാത്ര ഫണ്ടിലേക്ക് ഒരു സംഭാവന നൽകി കഴിഞ്ഞാൽ ആ ഫണ്ട് വഴി നമുക്ക് ഈ വൃദ്ധസദനങ്ങളിലും കിടപ്പ് രോഗികൾക്ക് ഫുഡ് കൊടുക്കാനും എല്ലാം തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് കഴിയും. കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരുപോലെ സന്തോഷം. അതാണ് അഗ്നിയുടെ ഒരു രീതി. അല്ലാതെ നമ്മളാരെയും ഒന്ന് വിളിച്ചു വരച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. മനസ്സറിഞ്ഞ് ഇതിനകത്തോട്ട് സംഭാവന ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേ പേര് ഇറങ്ങി പ്രവർത്തിക്കാൻ റെഡിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ അഗ്നി എന്നുള്ള ഫീലിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലും മാഡം പറഞ്ഞ രീതിയിൽ അടുത്ത 2 വർഷം കൊണ്ട് നമ്മൾ വേറൊരു ലെവലിലെത്തണം. പുതിയ പ്രോജക്റ്റുകൾ ചെയ്ത് CSR ഫണ്ടുകൾ കിട്ടി, ഫണ്ടിങ്ങിൻ്റെ ഒരു ക്രമീകരണമൊക്കെ ആയി, അങ്ങനെ നല്ലൊരു രീതിയിൽ നമ്മളൊക്കെ സൂപ്പർ അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സൂപ്പർ ആയിരിക്കും. അതാണ് നമ്മുടെ രീതി.